ഐസൺ, നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിൽ ജാമ്യ ഹർജിയിൽ വിധി വരാൻ ഇനി നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. രണ്ട് കാര്യങ്ങളാണ് ഹർജിയിൽ പറയുന്നത്: അറസ്റ്റ് തടയുക, ഒപ്പം മുൻകൂർ ജാമ്യം അനുവദിക്കുക എന്നുള്ളത്. എന്തായാലും ഈ വിധി പ്രസ്താവത്തിന് മുൻപ് നമുക്ക് വിലയിരുത്തേണ്ടുന്ന ചില നിയമവശങ്ങൾ കൂടിയുണ്ടല്ലോ. ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് താൻ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്ന് രാഹുൽ വാദിക്കുമ്പോഴും അവിടെ ഒരു സമ്മർദ്ദമുണ്ടായിരുന്നു ഇരയ്ക്ക് നേരെ, അതോടൊപ്പം വിവാഹ വാഗ്ദാനമുണ്ടായിരുന്നു എന്നീ കാര്യങ്ങളുണ്ട്. ഗർഭഛിദ്രം സ്വമേധയായാണ് യുവതി നടത്തിയത് എന്ന് വാദിക്കുമ്പോഴും അവിടെയും രാഹുൽ പ്രയോഗിച്ച ഒരു സമ്മർദ്ദ തന്ത്രമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ അതിജീവിതയ്ക്ക് ഉതകുന്ന തരത്തിലേക്ക് നീതിന്യായ വ്യവസ്ഥകൾ നീങ്ങുമ്പോൾ അത് രാഹുലിന് ഏതെല്ലാം ഘടകങ്ങളിലാണ് പ്രതികൂലമാകുന്നത് നിയമവ്യവസ്ഥയിൽ? തീർച്ചയായും രോഹിണി, ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന സൂചനകളനുസരിച്ച് നിരീക്ഷിക്കുമ്പോൾ ഈ പ്രശ്നത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമെന്ന് പറയുന്നത് രോഹിണി സൂചിപ്പിച്ച വിഷയം തന്നെയാണ്. ചില സമ്മർദ്ദങ്ങളുടെ വിഷയം തന്നെയാണുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഈ സെക്ഷൻ 64(2) പ്രകാരം, അതായത് ഭാരതീയ ന്യായ സംഹിതയുടെ ഈ സെക്ഷൻ പ്രകാരമുള്ള ഒരു വകുപ്പ് കൂടി ഒരു കുറ്റകൃത്യം കൂടി ചുമത്തിയിരിക്കുന്നു അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തിഗതമായ സ്വാധീനങ്ങൾ ഉപയോഗിച്ച്, അത് അധ്യാപകനാവാം, ബന്ധുക്കളാകാം, അത്തരത്തിൽ മേലുദ്യോഗസ്ഥനാകാം, അത്തരത്തിലുള്ള സ്വാധീനങ്ങൾ ഉപയോഗിച്ച് ഒരു ഇരയുടെ കൺസെൻറ്റ് വാങ്ങുക. ഈ ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുമ്പോൾ, അതായത് പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമാണെങ്കിൽ ആ ബന്ധം നടപ്പാക്കുന്നതിന് വേണ്ടി സമ്മതം നേടുന്നത് ഇത്തരത്തിലുള്ളൊരു അധികാരത്തിൽ ഇരുന്നു കൊണ്ടാണ്, അല്ലെങ്കിൽ അധികാരം കൊണ്ട് പ്രയോജനപ്പെടുത്താൻ സാധ്യമാകുന്ന ഒരു രീതിയാണ് എന്ന ഒരു സാഹചര്യം വരുമ്പോൾ, അതായത് മേലുദ്യോഗസ്ഥനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അധ്യാപകരോ അങ്ങനെ ഈ കുട്ടികൾക്കും അല്ലെങ്കിൽ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ ഇരയാക്കപ്പെടുന്ന വനിതയ്ക്ക് ഏതെങ്കിലും തരത്തിൽ പ്രതികരിക്കുമ്പോൾ അതിൽ ചില ദൗർബല്യങ്ങൾ നേരിടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ശക്തമായ തീരുമാനമെടുക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലുള്ള ഒരു സാഹചര്യം, ഒരു സമ്മർദ്ദം സൃഷ്ടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ബന്ധത്തിൽ ഏർപ്പെടുക എന്ന ഒരു നീക്കമാണ്, അത്തരത്തിലൊരു നീക്കത്തെയാണ് ഈ നിയമവ്യവസ്ഥ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത്തരമൊരു നീക്കം നടന്നിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പ്രാഥമികമായി വിവക്ഷിക്കാവുന്നതാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു MLA ആണ്, അതുപോലെ തന്നെ വലിയ സ്വാധീനമുള്ള ജനനേതാവാണ്. അത്തരത്തിലുള്ള പല കാര്യങ്ങളുമുണ്ട്. അത്തരത്തിൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഭീഷണികളെല്ലാം തന്നെ അത്തരത്തിൽ തന്നെ വായിച്ചെടുക്കേണ്ടതുണ്ട്. പലതരത്തിലുള്ള ഭീഷണികളുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ഓഡിയോ സന്ദേശങ്ങളിൽ, ഇവർ തമ്മിലുണ്ടായിരുന്ന പുറത്തു വന്ന ഓഡിയോ സന്ദേശങ്ങളിലെല്ലാം തന്നെ കൊല്ലുമെന്ന സ്വഭാവമുള്ള ചില ഭീഷണികളൊക്കെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ മാത്രമല്ല, നഗ്നചിത്രങ്ങൾ എടുത്തു വെച്ച് അതുപയോഗിച്ച് വേട്ടയാടുന്ന അല്ലെങ്കിൽ ചൂഷണം ചെയ്യുന്ന രീതി ഉണ്ടായിരുന്നു. ഇത്തരം വിഷയങ്ങളെല്ലാം തന്നെ ഇക്കാര്യത്തിൽ വരാൻ സാധിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഇത്തരത്തിൽ മദ്യത്തിൻ്റെ ലഹരിയിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ നൽകിയോ ഒക്കെ നടത്തുന്ന ഒരു കൺസെൻ്റാണ് ഉണ്ടാകുന്നതെങ്കിൽ അതും നിയമവിരുദ്ധമാണ്. അത് കൃത്യമായും ഭാരതീയ ന്യായ സംഹിതയുടെ 64(2) എന്ന് പറയുന്ന വകുപ്പ് പ്രകാരം അത് കുറ്റകൃത്യം തന്നെയാണ്. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു ജാമ്യ സാധ്യത ഇല്ല എന്ന് പ്രാഥമികമായി നിരീക്ഷിക്കേണ്ടത്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് നേരത്തെ രോഹിണി സൂചിപ്പിച്ച ഗർഭഛിദ്രവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിലും ഇത്തരത്തിലുള്ള പല ഘടകങ്ങളും പുറത്തു വന്നിരുന്നു. അതായത് ഈ ഗർഭഛിദ്രം നടത്തുന്നത് യുവതിയുടെ അല്ലെങ്കിൽ അതിജീവിതയുടെ സ്വന്തം താല്പര്യത്തിലാണ് എന്നാണ് രാഹുലിൻ്റെ വാദം. എന്നാൽ ആ വാദത്തെ ഖണ്ഡിക്കുന്ന ചില വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന്, അവരുടെ ആ സംഭാഷണം, പുറത്തു വന്ന സംഭാഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ഇത്തരത്തിൽ ഈ മരുന്നുകളും അല്ലെങ്കിൽ ഗുളികകളുമെല്ലാം തന്നെ ലഭ്യമാക്കിയത് ഒരു സുഹൃത്താണ് എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ മറ്റൊരു സുഹൃത്തിനെ ഉപയോഗിക്കുക, അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ, ആസൂത്രിതമായ ചില നീക്കങ്ങൾ നടത്തുന്നു, അത് നിർബന്ധിക്കുന്നു, അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടാകുന്നു. അത്തരത്തിലുള്ള ആ സംഭവവും കൃത്യമായും ഒരു കുറ്റകൃത്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന സ്വഭാവമുണ്ട്. അതിന് പുറമെയാണ് ഇന്നലെ കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ സൂചന, വിധി വരുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് വിഷയമല്ല എന്നൊരു സൂചനയും ഇന്നലെ കോടതി നൽകിയിരുന്നു. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ഇത് ഒരു ഹാബിച്വൽ ഒഫൻസ്, അല്ലെങ്കിൽ തുടർച്ചയായി കുറ്റകൃത്യം ചെയ്യുന്ന ഒരാളാണ് എന്ന് കൃത്യമായും കോടതിയെ ബോധ്യപ്പെടുത്തുന്നതിന് മറ്റൊരു പരാതി കൂടി, അതായത് KPCC അധ്യക്ഷന് ലഭിച്ച പരാതി DGPക്ക് ഫോർവേഡ് ചെയ്തിരുന്നു. ആ ഫോർവേഡ് ചെയ്ത പരാതിയിൽ കൃത്യമായും എന്താണോ ആദ്യത്തെ ഇരയോട് ചെയ്ത കുറ്റകൃത്യം, അതേ കുറ്റകൃത്യം തന്നെ രണ്ടാമത്തെ ഇരയോടും ചെയ്തിരിക്കുന്നത് ഈ രണ്ട് പെറ്റീഷനുകളും നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ ഗൗരവമേറിയ കുറ്റകൃത്യം ആവർത്തിക്കുന്ന ഒരാൾ മാത്രമല്ല, നേരത്തെ ഒന്നാമത്തെ ഇരയാണെങ്കിൽ അത് 183 സ്റ്റേറ്റ്മെൻറ്റ്, അതല്ലെങ്കിൽ ഈ സ്വകാര്യ രഹസ്യമൊഴി നൽകിയിരിക്കുന്നു എങ്കിൽ രണ്ടാമത്തെ പരാതിക്കാരി രഹസ്യമൊഴി നൽകിയിട്ടില്ല, അവരുടെ ജീവന് തന്നെ വെല്ലുവിളി ഉണ്ടാക്കാനുള്ള സാഹചര്യമുണ്ട് എന്ന പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്നും പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്നും നിരവധി ഡിജിറ്റൽ തെളിവുകളാണ് ഹാജരാക്കിയിട്ടുള്ളത് ഈ ജാമ്യ ഹർജിയിന്മേലുള്ള വാദത്തിൽ. അവയൊക്കെ ഈ
പ്രതിഭാഗം ഉന്നയിക്കുന്നതിനെയൊക്കെ ഖണ്ഡിക്കുന്ന തരത്തിലുള്ള തെളിവുകളാണ് പോലീസിന്റെ പക്കലുള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം വലിയ രീതിയിൽ പീഡനങ്ങൾക്ക് അതിജീവിത വിധേയമായിട്ടുണ്ട് എന്നുള്ളത്. സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗർഭചിത്രം നടത്തിയത്. അത് ജീവന് പോലും ആപത്താകുന്ന തരത്തിലുള്ള മെഡിക്കൽ റിപ്പോർട്ടുകളും പോലീസിന് സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അഥവാ രാഹുൽ പറയുന്ന വാദഗതികളൊക്കെ നമുക്ക് മാറ്റിവെച്ച് പരിശോധിച്ചാൽ പോലും മറ്റൊരു കാര്യം വ്യക്തമാകുന്നത് സമാനമായ രീതിയിൽ മറ്റ് പെൺകുട്ടികളോടും രാഹുൽ ഇതേ സമീപനം പുലർത്തി എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ പരിഗണിക്കുമ്പോൾ നിയമത്തിന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ രാഹുൽ ചെയ്തത് ഒരു വ്യക്തി എന്നതിലുപരി ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ചെയ്തത് ആ കള്ളങ്ങൾ മറയ്ക്കുന്നതിന് വേണ്ടി വീണ്ടും സമ്മർദ്ദം, ഭീഷണി, പല രീതിയിലുള്ള ആത്മഹത്യാ ഭീഷണി വരെ മുഴക്കൽ, ഇതൊക്കെ പരിഗണനയിലേക്ക് എടുക്കുമ്പോൾ ജാമ്യത്തിന്മേലുള്ളൊരു വിധി എങ്ങനെയാകാം എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഐസൻ. തീർച്ചയായും രോഹിണി, ഈ അതിജീവിതയെ പല രീതിയിൽ അതിജീവിതയെ പല രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നതിനും അല്ലെങ്കിൽ സമ്മർദ്ദത്തിലാക്കുന്നതിനും നിരവധിയായ നീക്കങ്ങൾ ഇയാൾ നടത്തിയെന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അത്തരത്തിലുള്ള നീക്കങ്ങളുടെ ഭാഗമായാണ് അദ്ദേഹം തന്നെ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി ഇരയോട് മുഴക്കുന്നു. അത്തരത്തിലുള്ള വിവിധങ്ങളായ തരത്തിലുള്ള സമ്മർദ്ദത്തിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നു എന്നാണ് അത്തരം ഒരു നീക്കത്തിലൂടെ അല്ലെങ്കിൽ അത്തരത്തിൽ സമ്മർദ്ദത്തിലാക്കുക, ഇരയെ സമ്മർദ്ദത്തിലാക്കി തൻ്റെ വരുതിക്ക് നിർത്തുക എന്ന കൃത്യമായൊരു നീക്കം അത് പല മനഃശാസ്ത്രജ്ഞരും അതുപോലെ തന്നെ മാനസികാരോഗ്യ വിദഗ്ധരുമെല്ലാം ചൂണ്ടിക്കാട്ടിയത് ഈ ഒരു കുറ്റകൃത്യം ചെയ്യുന്ന സ്വഭാവമുള്ളവരിൽ ഇത്തരത്തിലൊരു സ്വഭാവം, അതായത് ഈ ഇരയെ കൂടെ നിർത്തുന്നതിന് വേണ്ടി ഏത് വഴിയും പ്രയോജനപ്പെടുത്തുന്ന ഒരു രീതിയുണ്ട്. അത്തരത്തിലുള്ള രീതി തന്നെയാണ് ഇയാളും പരിശീലിച്ചത് അല്ലെങ്കിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലും ചെയ്തു കൂട്ടിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമാനമായ രീതിയിലുള്ള സമാന കുറ്റകൃത്യങ്ങൾ ചെയ്ത അല്ലെങ്കിൽ അതേ രീതിയിലുള്ള ഒരു പ്രവർത്തനത്തിലൂടെ മറ്റൊരു പെൺകുട്ടിയെ ഇത്തരത്തിൽ ഇരയാക്കുന്നതിനുള്ള നീക്കങ്ങൾ നടത്തിയിരിക്കുന്നു. അതിൻ്റെ രണ്ടാമത്തെ ഒരു FIR പുറത്തു വന്നിരിക്കുന്നു, അല്ലെങ്കിൽ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. അത്തരത്തിലൊരു സാഹചര്യം കൂടി പുറത്തു വരുന്നൊരു പശ്ചാത്തലമുണ്ട്. അതിൽ നിന്ന് പെൺകുട്ടികളോട് അല്ലെങ്കിൽ സ്ത്രീകളോട് ഇത്തരത്തിലൊരു നീക്കം, അതായത് തെറ്റായ രീതിയിൽ അവരെ സ്വാധീനിക്കുകയും അവരുടെ ജീവിതത്തിലേക്ക് കടന്നു കയറുകയും അവരിൽ നിന്ന് ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ നേടിയെടുക്കുന്നതിന് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ദുഷിച്ച നേട്ടങ്ങൾക്കുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുന്നു എന്നത് ഒരു സ്വഭാവമായി ഇയാളുടെ ഭാഗത്തു നിന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാന വിഷയം എടുത്തു പറയേണ്ടത് ഈ രേഖകൾ, ഡിജിറ്റൽ രേഖകളുടെ വിഷയമാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇയാൾ ഭീഷണിപ്പെടുത്തുന്നതും അതുപോലെ തന്നെ ഇയാൾ സമ്മർദ്ദത്തിലാക്കുന്നതുമായ പല ഓഡിയോകളും പുറത്തു വന്നിരുന്നു. അത്തരത്തിലുള്ള പുറത്തു വന്ന ഓഡിയോകളിൽ നിന്നും നമ്മൾ കേട്ട ശബ്ദങ്ങളെല്ലാം തന്നെ അത് ഇരയാക്കപ്പെട്ട വനിതയുടെയും അതുപോലെ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത് തന്നെയാണ് എന്ന് പരിശോധനയിൽ വ്യക്തമാകുന്നുണ്ട്. പ്രാഥമികമായ ഫോറൻസിക് പരിശോധനകളിലെല്ലാം തന്നെ അത് വ്യക്തമാകുന്നുണ്ടെന്നും പോലീസ് അറിയിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഡിജിറ്റൽ തെളിവുകൾ ഇയാൾക്കെതിരായി നിൽക്കുന്ന തെളിവുകൾ, അതായത് സമ്മർദ്ദത്തിലാക്കിയെന്ന തെളിവുകളൊക്കെ തന്നെയാണ് നിലനിൽക്കുന്നത്. മറ്റ് ചില ഡിജിറ്റൽ തെളിവുകൾ ഇയാൾ ഹാജരാക്കുന്നതിൻ്റെ സാങ്കത്യം എത്ര കണ്ടുണ്ട് ഇയാളെ വിചാരണയിൽ നിന്ന് ഒഴിവാക്കുന്നതിനും ജാമ്യം ലഭിക്കുന്നതിനും അതുപോലെ തന്നെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുന്നതിനുമായി അത് എത്ര കണ്ട് പ്രയോജനം ചെയ്യുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. പിന്നീട് ഗൂഢാലോചന, രാഷ്ട്രീയ സിദ്ധാന്തങ്ങളൊക്കെ ഇയാൾ പറയുന്നുണ്ട് എങ്കിൽ കൂടി അതിലൊന്നും ഒരു വസ്തുതാപരമായ നിഗമനത്തിലെത്താൻ നിലവിലെ സാഹചര്യത്തിൽ സാധ്യമല്ല എന്നതൊരു യാഥാർത്ഥ്യമാണ്. നേരത്തെ നമ്മൾ കണ്ടത്, അതായത് 2 ദിവസം മുമ്പ് വരെ ഇയാൾക്കെതിരെ ഉണ്ടായിരുന്നത് ഒരു അതിജീവിതയുടെ പരാതിയാണെങ്കിൽ ഇന്ന് 2 അതിജീവിതമാരുടെ പരാതിയുണ്ട്. ആദ്യത്തെ അതിജീവിത സ്വകാര്യ അല്ലെങ്കിൽ രഹസ്യ മൊഴി നൽകി കഴിഞ്ഞിരിക്കുന്നു. ആ രഹസ്യമൊഴി കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുന്നു അല്ലെങ്കിൽ കോടതിയിലിരിക്കുന്നു. രണ്ടാമത്തെ യുവതി അവരുടെ ജീവന് പോലും ഭീഷണിയാകുന്ന സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു പശ്ചാത്തലം നിലനിൽക്കുന്നു. ആ ഒരു സാഹചര്യമുള്ളത് കൊണ്ട് തന്നെ അവരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും അവരെ സ്വാധീനിക്കുന്നത് ഒഴിവാക്കുന്നതിനും അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഒരു ഉപദ്രവം ഉണ്ടാകുന്ന ഒഴിവാക്കുന്നതിനും ഇയാൾക്ക് ജാമ്യം നൽകാതിരിക്കേണ്ടത് അനിവാര്യമാണ് എന്ന ഒരു നിലപാട് എടുക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ അറസ്റ്റ് തടയണമെന്നൊക്കെ പറയുന്നത് ഇത്തരം കേസുകളിൽ അത് ദുരുപയോഗം ചെയ്യുന്നൊരു സാഹചര്യമുണ്ട്. അത്തരം ദുരുപയോഗം ചെയ്യുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ ചില അറസ്റ്റിൽ ചില റിലാക്സേഷൻസ് ഒക്കെ സുപ്രീം കോടതി നൽകിയിരിക്കുന്നു. പക്ഷേ ഈ കേസിൽ അത് എത്ര കണ്ട് പ്രായോഗികമാകുമെന്ന് നിയമപരമായി കുറേ കൂടി പരിശോധിക്കേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിലും നിയമപരമായി പരിശോധിക്കുമ്പോൾ നിലവിലെ സാഹചര്യത്തിൽ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് അല്ലെങ്കിൽ ഇതുവരെ വന്ന വിവരങ്ങളനുസരിച്ച് ഇയാൾക്ക് ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കണ്ടു തന്നെ അറിയേണ്ടതുണ്ട്. സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെയാണ് പ്രാഥമികമായി നിയമവിദഗ്ധരെല്ലാം തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. വിവിധ വകുപ്പുകൾ, ഭീഷണി, അതുപോലെ തന്നെ ഓരോ പദവി, താൻ ഇരിക്കുന്ന പദവി, അതാണ് ഏറെ ഗൗരവമർഹിക്കുന്നൊരു വിഷയം. കാരണം ഒരു ധാർമ്മികതയുടെ പോയിന്റ് കൂടി അവിടെ വരുന്നുണ്ട്. ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പദവി തൻ്റെ ഇത്തരത്തിലുള്ള തെറ്റായ രീതികൾക്ക് വേണ്ടി ദുരുപയോഗം ചെയ്യുക എന്ന ഒരു അധികാരം ഉപയോഗിച്ചു എന്ന സാമൂഹ്യ തിന്മ കൂടി ഇയാളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. വ്യക്തിപരമായി അത് വലിയൊരു ദ്രോഹം കൂടി ആ ഇരയോട് ചെയ്തിരിക്കുന്നു. അല്ലെങ്കിൽ ആ ഇരയ്ക്ക് പ്രതികരിക്കാനാവാത്തൊരു സാഹചര്യം വളർത്തിയുണ്ടാക്കുക, അതിനുവേണ്ടിയും തൻ്റെ പദവിയും അതുപോലെ തന്നെ ഒരു ഉയർന്ന പദവി, അതായത് MLA എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഉയർന്നൊരു പദവിയാണ്, സമൂഹത്തിൽ വലിയ ഔന്നത്യങ്ങളുള്ള പദവിയാണ്. അത്തരത്തിലുള്ളൊരു പദവിയിൽ ഇരുന്നു കൊണ്ട് ചില രാഷ്ട്രീയ
സ്വാധീനങ്ങൾ ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വാധീനങ്ങളൊക്കെ പലതവണ ചർച്ച ചെയ്യപ്പെട്ടതുമാണ്. അത്തരത്തിലുള്ള രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉപയോഗിച്ച് ഇരയെ വീണ്ടും വീണ്ടും ഉപദ്രവിക്കുന്നതിന് നീക്കങ്ങൾ നടത്തി. അതുപോലെ തന്നെ സ്വാഭാവികമായും മറ്റൊരു കാര്യം കൂടി എടുത്തു പറയേണ്ടത്, ഈ ഇര ഇയാളുടെ പീഡനത്തിൽ നിന്ന് ഗർഭിണിയായതിനു ശേഷം ആ ഗർഭിണിയായ അവസ്ഥയിൽ തന്നെ വീണ്ടും പീഡിപ്പിച്ചു എന്നും ആ ഇരയുടെ മൊഴി വരെ പുറത്തു വരുന്നൊരു സാഹചര്യമുണ്ട്, അല്ലെങ്കിൽ മൊഴിയിലുണ്ട് എന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഗൗരവമേറിയൊരു പശ്ചാത്തലം നിലനിൽക്കുമ്പോൾ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും അതുപോലെ തന്നെ പല തെളിവെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. അത്തരത്തിൽ നിരവധിയായ ഇത്തരത്തിലുള്ള ക്രൂരമായ സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ നടക്കേണ്ട നിയമ നടപടികളെല്ലാം തന്നെ നടത്താൻ പോലീസ് കസ്റ്റഡിയും അനിവാര്യമാണ്. ആ ഒരു സാഹചര്യത്തിൽ ഒരു തരത്തിലും നിലവിലെ സാഹചര്യത്തിൽ ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ല. ഇനി അഥവാ ജാമ്യം നൽകുകയാണെങ്കിൽ തന്നെ അടിയന്തരമായി പോലീസിന് മുന്നിൽ കീഴടങ്ങാനോ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങാനോ ഉള്ള നിർദ്ദേശങ്ങളൊക്കെ ആയിരിക്കും ലഭിക്കുക എന്നാണ് ചില നിയമ വിദഗ്ധരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ കേട്ടിടത്തോളം, നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കിയിടത്തോളം നമുക്ക് അറിയാവുന്നതാണ്, ഇത്തരത്തിലുള്ള കേസുകളിൽ ഇരയുടെ ഐഡൻറ്റിറ്റിയും ആ കേസിൻ്റെ സ്വഭാവവും പുറത്തു വരാതിരിക്കുന്നതിന് അതീവ രഹസ്യമായിട്ടായിരിക്കും ഇതിൻ്റെ വിചാരണയും മറ്റ് നടപടികളും മുന്നോട്ട് പോവുക. അങ്ങനെ പോകുമ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ഈ നിലവിലെ സാഹചര്യത്തിൽ പരിമിതമായ അറിവ് വെച്ച് ഒരു ഓപ്പൺ കോടതിയുടെ സാധ്യതയില്ലാത്തൊരു പശ്ചാത്തലത്തിൽ വിവരങ്ങൾ ശേഖരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന സാധ്യത അനുസരിച്ച് ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് നിരീക്ഷിക്കപ്പെടേണ്ടത്. ശരി ഐസൻ.